അപ്പോൾ കാലങ്ങളായി ലഹരി ഉപയോഗിച്ച് അതിൽ നിന്ന് മുക്തി നേടിയവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലഹരിയിലുണ്ടായ നഷ്ടങ്ങൾ ചെറുതല്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. പലരും ലഹരി തേടി പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൂടെ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിന്ന് പിന്മാറിയവർക്ക് പറയാൻ എന്തൊക്കെയുണ്ട്, അതിലേക്കാണിനി. ഒന്നോ രണ്ടോ പെഗ്ഗിൽ തുടങ്ങി ഒരു രസത്തിനായി തുടങ്ങിയത് ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാക്കി. മദ്യപാനത്തിലൂടെ നേരിടേണ്ടി വന്നത് സമൂഹത്തിൽ കുടിയൻ എന്ന പേര് മാത്രം. മനസ്സിൽ തന്നെ ഉറപ്പിച്ചു ഇതിൽ നിന്ന് മുക്തി നേടണമെന്ന്. അതിന് പല മാർഗങ്ങളും കണ്ടു. ദൃഢനിശ്ചയത്തോടെ പൂർണ്ണമായും ഒഴിവാക്കി. കയ്പ് നിറഞ്ഞ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെട്ട ആ വാക്കുകൾ. ഈ മദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ സേവ്യർ സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത്. അങ്ങനെ കൃത്യമായി സാറിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് മരുന്ന് കഴിക്കുകയും ആ ഒരു രീതി, ചികിത്സാ രീതി തുടരുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പോൾ മദ്യപാനം നിർത്തി എൻ്റെ എല്ലാ ദൈനംദിന കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു സ്ഥിതിയിലാണുള്ളത്. ഭാര്യ, അതുപോലെ തന്നെ അച്ഛൻ, കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കുടുംബത്തിൽ വളരെ സമാധാനമുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ കഴിയുന്നുള്ളത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. മുക്തി നേടുന്നതിനെത്തുന്നവരുടെ ജീവിതങ്ങൾ ഒരു വലിയ പാഠമെന്നാണ് ചികിത്സിക്കുന്നവർ പറയുന്നത്. ചെറിയ രീതിയിൽ തുടങ്ങുന്ന പലതും പിന്നീട് മാരകമായ ഉപയോഗത്തിലേക്ക് എത്തുന്നതിന് ഒരു പരിധിവരെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും കിട്ടുന്ന അവഗണനയും കാരണമാകുന്നുണ്ട്. പല അവസ്ഥകളും സാഹചര്യങ്ങളും ആണല്ലോ. ഇപ്പോൾ കൂട്ടുകാർ, സാഹചര്യങ്ങളാണ് എല്ലാവരെയും ഈ ഡ്രഗ് അബ്യൂസിലും മദ്യപാനത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ ഡ്രഗ് അബ്യൂസിലോട്ട് പോയി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും പരിഗണനയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരൊരു ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡിൽ ആയിരിക്കും. ലഹരി ഒരു മനുഷ്യനെ പല രീതിയിലും ഇല്ലാതെയാക്കുന്നുണ്ട്. ഇപ്പോൾ ഒച്ചത്തിൽ സംസാരിക്കുന്നു മുതൽ സംശയരോഗം. ഒരു പേഷ്യൻ്റ് മോളിൽ വീട് താമസിക്കുന്നത് താഴെയാണ്. മോളിൽ അച്ഛനും പ്രായമുള്ളൊരു അച്ഛനുണ്ട്. അപ്പോൾ ഈ ഭാര്യ അച്ഛനെ ഊണ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി മേളിലോട്ട് പോയി തിരിച്ചു വരുന്ന വഴിയിൽ ഇദ്ദേഹത്തിന് തോന്നി ഈ ഭാര്യയ്ക്ക് അച്ഛനായിട്ട് വേണ്ടാത്ത ബന്ധമുണ്ടെന്ന് തോന്നിയിട്ട് അദ്ദേഹം പോയി കത്തിയെടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛനെ ഒരു 6 കുത്തുന്ന ഒരു അവസ്ഥയാണ്. മാറണമെന്ന് സ്വയം തീരുമാനമെടുത്തുണ്ടാകുന്ന മാറ്റങ്ങളാണ് വലുത്. മുക്തി നേടി തിരിച്ചെത്തുന്നവർക്ക് കുടുംബം നൽകുന്ന പരിഗണനയാണ് ഏറ്റവും വലുതെന്നും ഡോക്ടർമാർ പറയുന്നു. ലഹരിയിൽ നിന്നും പിന്മാറിയവർ ഇനിയുള്ള തലമുറയ്ക്കായി പറയുന്നത് ഇങ്ങനെയാണ്. കുട്ടികളാണെങ്കിൽ അവരെ പഠിക്കുക, അവരുടെ പഠനം അവരെ ലഹരിയാക്കുക, അല്ലെങ്കിൽ അവരുടെ കളിയിടങ്ങൾ ലഹരിയാക്കുക. മുതിർന്നവരോടാണെങ്കിൽ അവരുടെ കുടുംബം ലഹരിയാക്കുക എന്നുള്ള ഒരു കാര്യങ്ങൾ ഉപദേശമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.